ഹലോ കുട്ടികളെ, അഗസ്ത്യ മഹർഷിയാൽ പറയപ്പെട്ട ഹാലാസ്യ മാഹാത്മ്യത്തിലെ മൂന്നാമത്തെ ലീലയായ കദംബവനത്തിൽ മധുരാപുരമുണ്ടാക്കിയ ശ്രീപരമേശ്വരൻ്റെ കഥയാവാം ഇന്ന്. കദംബവനത്തിൽ ദേവേന്ദ്രൻ ശ്രീപരമേശ്വരൻ്റെ മൂലവിഗ്രഹം പൂജിച്ചതും ആ സ്ഥലത്ത് മനോഹരമായ ഒരു വിമാനമുണ്ടാക്കിയതും എല്ലാവരും കേട്ടല്ലോ അല്ലേ? അക്കാലം മുതൽ തന്നെ ദേവന്മാർ ദിവസവും രാത്രിയിൽ സുന്ദരേശ്വരനെ പൂജിക്കുവാനായി അവിടെ എത്താറുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച തോറും ഗീതവും നൃത്തവും എല്ലാം ചേർന്ന പൂജ ഉത്സവമായി അവർ നടത്തി വന്നു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം പലതരം വൃക്ഷങ്ങൾ നിറഞ്ഞ് ആ പ്രദേശം ഒരു നിബിഡ വനമായി മാറി. അതോടെ മനുഷ്യസഞ്ചാരം ആ പ്രദേശത്ത് തീരെ ഇല്ലാതായി. ആ സമയത്ത് ദേവിക്ക് അവിടെ ഒരു നഗരമുണ്ടായി ധാരാളം മനുഷ്യർ വന്ന് ഭഗവാനെ സേവിക്കാനെത്തണമെന്ന ഒരു ആഗ്രഹമുണ്ടായി. ദേവി തൻ്റെ ആഗ്രഹത്തെ പരമശിവനോട് പറഞ്ഞു. ഭഗവാൻ താൻ അതിനു വേണ്ടതെല്ലാം ചെയ്യാമെന്ന് ദേവിയോട് പറഞ്ഞു. ആ സമയത്ത് വലിയ ശിവഭക്തനായ ധനഞ്ജയൻ എന്നു പേരുള്ള ഒരാൾ കച്ചവടം ചെയ്ത് ധനം സമ്പാദിക്കുവാനായി പല നാടുകളിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അയാൾ ഒരുപാട് ധനമെല്ലാം ഉണ്ടാക്കി അതെല്ലാം ഒരു ഭാണ്ഡത്തിലാക്കി പല ദിക്കുകളിലും സഞ്ചരിച്ച് തിരിച്ച് തൻ്റെ നാടായ കല്യാണപുരത്തേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം കദംബവനത്തിലെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടാവാൻ തുടങ്ങി. നിബിഡമായ വനമായതുകൊണ്ട് അദ്ദേഹത്തിന് വഴിയും തെറ്റി. ശിവഭക്തനായ ധനഞ്ജയൻ സോമവാരവ്രതം അനുഷ്ഠിക്കുന്ന ആളായിരുന്നു. വ്രതം അനുഷ്ഠിക്കുന്ന ഒരു തിങ്കളാഴ്ച തന്നെയാണ് അയാൾ ആ കാട്ടിലെത്തിയത്. അന്നത്തെ ദിവസം വ്രതമായിരുന്നതുകൊണ്ട് അദ്ദേഹം ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. ക്ഷീണം കൊണ്ട് തനിക്കിനി തീരെ നടക്കാൻ വയ്യ എന്ന് ധനഞ്ജയന് തോന്നാൻ തുടങ്ങി. ആ കാട്ടിലാകെ ഇരുട്ടും പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങളുമൊക്കെ കേട്ട് ധനഞ്ജയന് വല്ലാത്ത പേടി തോന്നി. മനുഷ്യസഞ്ചാരമില്ലാത്ത വനത്തിലൂടെ ഭഗവാനെ തന്നെ ആശ്രയിച്ച് നടന്ന് ഒടുക്കം അയാൾ മൂലലിംഗമുള്ള സ്ഥലത്തെത്തി. ഈ രാത്രി ഇവിടെ തന്നെ കഴിയാമെന്ന് തീരുമാനിച്ച് ധനഞ്ജയൻ ആ മൂലലിംഗത്തിന് സമീപം ചെന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സോമവാര ഉത്സവം ആഘോഷിക്കുവാൻ വേണ്ടി ദേവന്മാരെല്ലാം അവിടെ എത്താൻ തുടങ്ങി. ഹേമപത്മിനി തീർത്ഥത്തിൽ കുളിച്ച ശേഷം അവർ പതിവ് പോലെ അവരുടെ പൂജയെല്ലാം ആരംഭിച്ചു. ആ സമയത്ത് അയാൾക്ക് ദേവന്മാരെയും അവരുടെ പൂജയും എല്ലാം കാണാറായി. കാരണം ആ സമയത്ത് ശ്രീപരമേശ്വരൻ ധനഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ ധനഞ്ജയൻ ഒരു നല്ല ഭക്തനായിരുന്നതുകൊണ്ട് അയാൾക്ക് വളരെ സന്തോഷമായി. അയാൾ വേഗം ദേവന്മാർ ചെയ്തതുപോലെ തന്നെ ആ ഹേമപത്മിനി തീർത്ഥത്തിൽ പോയി കുളിച്ചു. എന്നിട്ട് സുന്ദരേശ്വരനെ ഭക്തിയോടെ തൊഴുത് നമസ്കരിച്ചതിന് ശേഷം മാറി നിന്ന് ദേവന്മാർ നടത്തിയ പൂജയെല്ലാം കണ്ടു. അതിനുശേഷം തൻ്റെ ഭാണ്ഡത്തിലുണ്ടായിരുന്ന കസ്തൂരി, കുങ്കുമം തുടങ്ങിയിട്ടുള്ള സുഗന്ധ വസ്തുക്കളെല്ലാം എടുത്ത് ആ ശിവലിംഗത്തിൽ ചാർത്തി. എന്നിട്ട് തനിക്കറിയാവുന്നതുപോലെ ആ ശിവലിംഗത്തെ പൂജിച്ചു. തനിക്ക് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം കാണാൻ കഴിഞ്ഞല്ലോ എന്നതും ദേവന്മാരുടെ ആഘോഷങ്ങളുമെല്ലാം കണ്ട് തനിക്ക് കിട്ടിയ ഭാഗ്യത്തിൽ അയാൾ വളരെയധികം സന്തോഷിച്ചു. ആ രാത്രി സന്തോഷത്തോടെ അയാൾ അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടി. പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ ദേവന്മാരെല്ലാം മറയുവാൻ തുടങ്ങി. ശ്രീപരമേശ്വരനാകട്ടെ അയാൾക്ക് കൊടുത്ത ദിവ്യദൃഷ്ടിയെയും മറച്ചു കളഞ്ഞു. വെളിച്ചാങ്കാലമായപ്പോൾ ഒരു വലിയ കാടും അവിടെ ഒരു ബിംബവും ഒരു വിമാനവും മാത്രമാണ് അയാൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമാണോ എന്ന് അയാൾ സംശയിച്ചു. എന്തായാലും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തനിക്ക് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് അയാൾ ആശ്വസിച്ചു. നേരം വെളുത്തതോടെ അയാൾ തൻ്റെ നാടായ കല്യാണപുരത്തേക്ക് വീണ്ടും നടക്കാൻ തുടങ്ങി. തൻ്റെ നാട്ടിലെത്തിയതും അയാൾ വീട്ടിലേക്ക് പോലും പോവാതെ നേരെ അവിടെയുണ്ടായിരുന്ന രാജാവും വലിയ ശിവഭക്തനുമായിരുന്ന കുലശേഖര പാണ്ഡ്യൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോയത്. താൻ തലേന്ന് കണ്ടതെല്ലാം അയാൾ രാജാവിനെ അറിയിച്ചു. രാജാവിന് അതൊക്കെ കേട്ടിട്ട് വലിയ അത്ഭുതമായി. രാജാവ് ധനഞ്ജയൻ പറഞ്ഞതെല്ലാം കേട്ട്
അത് തന്നെ ആലോചിച്ച് രാത്രി ഉറങ്ങാൻ പോയി. രാജാവ് നല്ല ഉറക്കമായപ്പോൾ ശ്രീപരമേശ്വരൻ ഒരു സിദ്ധൻ്റെ വേഷത്തിൽ രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തായി കദംബവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു കാടുണ്ട് എന്നും അവിടെ എൻ്റെ മൂലവിഗ്രഹവും ദേവേന്ദ്രൻ പണികഴിപ്പിച്ച മഹത്തായ വിമാനവും ഉണ്ട് എന്ന് പറഞ്ഞു. ആ വനമെല്ലാം തെളിച്ച് അവിടെ ഒരു നല്ല പട്ടണം ഉണ്ടാക്കണമെന്ന് സിദ്ധനായി വന്ന ശ്രീപരമേശ്വരൻ രാജാവിനെ അറിയിച്ചു. ഇത് പറഞ്ഞ് ശ്രീപരമേശ്വരൻ അവിടെ നിന്നും മറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ രാജാവ് താൻ കേട്ട കാര്യങ്ങൾ തൻ്റെ മന്ത്രിമാരോടെല്ലാം പറഞ്ഞു. എന്നിട്ട് അവരെയും കൂട്ടി ആ കദംബക്കാട്ടിലെത്തി. ആ സമയത്ത് ഉറക്കത്തിൽ സിദ്ധൻ വന്നു പറഞ്ഞതുപോലുള്ള വിമാനവും മൂലലിംഗവും അവിടെ കണ്ടു. ഇത് കണ്ട് രാജാവ് വളരെയധികം അത്ഭുതപ്പെട്ടു. പിന്നീട് അവർ ഹേമപത്മിനി തീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്തതിന് ശേഷം സോമസുന്ദരനെ നമസ്കരിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് ഇവിടെ എങ്ങനെ ഒരു നഗരം നിർമ്മിക്കണമെന്ന് ആലോചിക്കാൻ തുടങ്ങി. ആ സമയത്ത് ശ്രീപരമേശ്വരൻ തലേ ദിവസം രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ആ സിദ്ധൻ്റെ രൂപമെടുത്ത് അവിടെ എത്തി. നഗരത്തിനുള്ള സ്ഥാനം കാണിച്ചു കൊടുത്തതിന് ശേഷം ആ സിദ്ധൻ അവിടെ നിന്നും മറഞ്ഞു കളഞ്ഞു. ഈ സിദ്ധനെ തന്നെയാണ് താൻ ഇന്നലെ തൻ്റെ സ്വപ്നത്തിൽ കണ്ടതെന്ന് രാജാവ് തൻ്റെ മന്ത്രിമാരോട് പറഞ്ഞു. അവരെല്ലാം അത് ശ്രീപരമേശ്വരൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് ശിവനെ സ്തുതിക്കുകയും രാജാവിന് ഭഗവാനെ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞ ഭാഗ്യത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഒട്ടും താമസിയാതെ തന്നെ അവിടെ മനോഹരമായ ഒരു ക്ഷേത്രവും ചുറ്റും നല്ല ഒരു നഗരവും ഉണ്ടാക്കണമെന്ന് അവരെല്ലാം കൂടി തീരുമാനിച്ചു. കുലശേഖര പാണ്ഡ്യ രാജാവിൻ്റെ അനുമതിയോടെ മന്ത്രിമാർ അവിടെയെല്ലാം വെട്ടിത്തെളിച്ച് ഭൂമിയെ സമനിരപ്പിലാക്കി അവിടെ മനോഹരമായ നഗരവും ഒരു ക്ഷേത്രവും നിർമ്മിക്കാൻ തുടങ്ങി. ഉന്നതങ്ങളായ ഗോപുരങ്ങളും മതിൽക്കെട്ടുകളും സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള താഴികക്കുടങ്ങളും വലിയ വാതിലുകളുമൊക്കെയുള്ള ഭംഗിയുള്ള ധാരാളം മന്ദിരങ്ങൾ അവർ അവിടെ ഉണ്ടാക്കി. ആ പ്രദേശങ്ങളിലെല്ലാം ധാരാളം തടാകങ്ങളും ഫലവൃക്ഷങ്ങളും പൂന്തോപ്പുകളും എല്ലാം ഉണ്ടാക്കി എല്ലാ സ്ഥലവും നല്ല മനോഹരമാക്കി. പലതരം ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന പല മന്ദിരങ്ങളും അവരവിടെ പണി കഴിപ്പിച്ചു. ഈ ആളുകൾക്കെല്ലാം സുഖമായി ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം വേണ്ട വിധത്തിൽ അവരവിടെ ക്രമീകരിച്ചു. ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപങ്ങളും വേദപാരായണ മണ്ഡപങ്ങളും മറ്റ് സൗകര്യങ്ങളും ആ കാലത്തിന് യോജിച്ച രീതിയിൽ തന്നെ നിർമ്മിച്ചു. കുതിരപ്പന്തി, ആനപ്പന്തി, രാജവീഥികൾ, സഭാമന്ദിരങ്ങൾ, പാഠശാലകൾ, ഭോജനശാലകൾ എന്നിങ്ങനെ ഒരു നഗരത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു 10 ദിവസം കൊണ്ട് തന്നെ അവരവിടെ ഉണ്ടാക്കിയെടുത്തു. ആ കദംബവനത്തിനെ അങ്ങനെ സുന്ദരമായ മധുരാപുരിയാക്കി മാറ്റി. പിന്നീട് കുലശേഖര പാണ്ഡ്യ രാജാവ് കാശിയിൽ നിന്ന് ഉത്തമരായ ബ്രാഹ്മണരെ വരുത്തി അവിടെ പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. മാത്രമല്ല രാജാവ് തനിക്കും മനോഹരമായ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ച് അവിടെ തന്നെ താമസിച്ച് സുന്ദരേശ്വരനെ ദിവസവും ദർശിക്കാനും പൂജ ചെയ്യാനുമെല്ലാം തുടങ്ങി. നഗരത്തിൻ്റെ രക്ഷയ്ക്കായി ശാസ്താവിനെ കിഴക്ക് ദിക്കിലും തെക്ക് ഭാഗത്ത് സപ്തമാതൃക്കളെയും പടിഞ്ഞാറ് ഭാഗത്ത് വിഷ്ണുവിനെയും വടക്ക് ഭദ്രകാളിയെയും പ്രതിഷ്ഠിക്കണമെന്ന അശരീരി ഉണ്ടായതിനെ തുടർന്ന് രാജാവ് അപ്രകാരം തന്നെ 4 ദിക്കിലും പ്രതിഷ്ഠകളെല്ലാം നടത്തി. പൂജകളും മുറതെറ്റാതെ നടത്താൻ തുടങ്ങി. അന്ന് മുതൽ രാജാവിൻ്റെയും ആ നഗരത്തിൻ്റെയും ഐശ്വര്യം വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി. രാജാവിൻ്റെ സമ്പത്തും ഐശ്വര്യവും പെരുമയുമെല്ലാം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. കാലക്രമേണ കുലശേഖര പാണ്ഡ്യൻ മറ്റു രാജാക്കന്മാരെയെല്ലാം ജയിച്ച് ചക്രവർത്തിയായി തീർന്നു. കുറേ കാലം അദ്ദേഹം അങ്ങനെ ഹലാസ്യനാഥനെ സേവിച്ച് സർവ്വവിധ ഐശ്വര്യത്തോടെയും കഴിഞ്ഞു. പുത്രനായ മലയധ്വജൻ രാജാവാകാൻ പ്രാപ്തനായി എന്ന് മനസ്സിലാക്കിയ സമയത്ത് പുത്രനെ രാജാവായി അഭിഷേകം ചെയ്യാനുള്ള സമയമായി എന്ന് സുന്ദരേശ്വരൻ തന്നെ രാത്രിയിൽ സ്വപ്നദർശനം നടത്തി രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട രാജാവ് മലയധ്വജനെ ഒരു നല്ല മുഹൂർത്തം നോക്കി രാജാവാക്കി അഭിഷേകം ചെയ്തു.
മൂന്ന് ലോകത്തിനും നാഥനായ സുന്ദരേശ്വരനാണ് നമ്മുടെ കുലദൈവം. എന്നും അദ്ദേഹത്തെ ഭക്തിയോടെ പൂജിക്കണം. അദ്ദേഹത്തെ ഭജിച്ചുകൊണ്ട് രാജ്യപരിപാലനം വേണ്ട വിധത്തിൽ ചെയ്യണമെന്ന് രാജാവ് മകനെ ഉപദേശിച്ചു. അതിനുശേഷം ഭക്തനായ കുലശേഖര പാണ്ഡ്യൻ ക്ഷേത്രത്തിനകത്ത് പോയി സുന്ദരേശ്വരലിംഗത്തെ പ്രദക്ഷിണം ചെയ്ത് സ്വന്തം ശരീരത്തോടുകൂടി തന്നെ ശിവനിൽ സായുജ്യമുക്തിയെ പ്രാപിച്ചു. ശ്രീപരമേശ്വരൻ്റെ ആജ്ഞപ്രകാരം കുലശേഖര പാണ്ഡ്യ രാജാവ് മധുരാപുരി ഉണ്ടാക്കിയ കഥ എല്ലാവരും കേട്ടല്ലോ അല്ലേ? മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.